കോൺഗ്രസ് വിജയത്തിൽ നന്ദാവനം പോലീസ് ക്യാമ്പിൽ വിജയാഘോഷം. ഡ്യൂട്ടി ഓഫീസർ പരസ്യമായി കോൺഗ്രസിന്റെ ത്രിവർണ്ണ നിറമുള്ള കേക്ക് മുറിച്ചു. ക്യാമ്പിലാണ് പോലീസുകാർ വിജയാഘോഷം നടത്തിയത്. വിവരങ്ങളുമായി നൌഫൽ കൂടി ചേരുന്നുണ്ട്. നൌഫൽ, സർവീസ് ചട്ടങ്ങൾ ലംഘിക്കുന്ന തരത്തിലാണ് പോലീസുകാരുടെ ഈ ഒരു നടപടി. മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? ശരണ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണ് എന്ന പരസ്യമായ വ്യക്തമാണ്. ഇന്നലെ കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് 10 വർഷത്തിന് ശേഷം തിരിച്ചെത്തുമ്പോഴാണ് ഇങ്ങനെയൊരു സാഹചര്യം പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. നമുക്കറിയാം, എന്തു തന്നെയായാലും കേരളത്തിലെ അല്ലെങ്കിൽ ഒരു തലത്തിലെയും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ ഇങ്ങനെ സേവനം ചെയ്യുന്നവർക്ക് ഒരു രാഷ്ട്രീയ പക്ഷപാതിത്വം പാടില്ല എന്നുള്ളത് വ്യക്തമാണ്. വ്യക്തിപരമായ രാഷ്ട്രീയം ഉണ്ട് എങ്കിൽ പോലും അത് അവരുടെ സ്വകാര്യ സ്ഥലങ്ങളിലേക്കായിരിക്കും പ്രകടിപ്പിക്കുന്നത്. എന്നാൽ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ഇന്ന് നന്ദാവനം എയർ ക്യാമ്പിലാണ്, പാളയത്ത് തിരുവനന്തപുരത്ത് നന്ദാവനം എയർ ക്യാമ്പിലാണ് ഇത്തരത്തിൽ ഒരു പറ്റം പോലീസ് ഉദ്യോഗസ്ഥർ ചേർന്നുകൊണ്ട് ത്രിവർണം, അതായത് കോൺഗ്രസിന്റെ ത്രിവർണ്ണ പതാക അടങ്ങുന്ന ഒരു കേക്ക് മുറിച്ച് ഒരു പറ്റം പോലീസുകാർ ആഘോഷമാക്കുന്നത് എന്നാണ് നിലവിൽ നാം കാണുന്ന കാഴ്ച. മാത്രമല്ല, യൂത്ത് കോൺഗ്രസിന്റെയും സൈബർ ഇടങ്ങളിൽ ഒരുപാട് പോലീസുകാരുടെയൊക്കെ ചിത്രങ്ങൾ വെച്ചുകൊണ്ട് വെല്ലുവിളിക്കുന്ന ഒരു അവസ്ഥയിൽ കൂടിയാണ് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഒരു കാഴ്ച എന്ന് പറയേണ്ടതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നിലവിൽ ഈ പറഞ്ഞതുപോലെ തന്നെ നന്ദാവനം ക്യാമ്പിലാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ പ്രത്യേകിച്ച് ചില പോലീസുകാരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് നിലവിൽ ഇപ്പോൾ എയർ ക്യാമ്പിൽ ഇങ്ങനെയൊരു കാഴ്ച പോലീസുകാരുടെ ഭാഗത്തു നിന്ന് സർക്കാരിന്റെ മാറ്റത്തിലുണ്ടായ ഒരു ആഘോഷം ഒരു പറ്റം പോലീസുകാർ ചേർന്ന് ആഘോഷമാക്കിയിരിക്കുന്നത്. ശരണ്യ. ശരി, കോൺഗ്രസിന്റെ വിജയത്തിൽ നന്ദാവനം പോലീസ് ക്യാമ്പിലാണ് വിജയാഘോഷം നടത്തിയത്. ഡ്യൂട്ടി ഓഫീസർ പരസ്യമായി കോൺഗ്രസിന്റെ ത്രിവർണ്ണ നിറത്തിലുള്ള കേക്ക് അടക്കം മുറിച്ചുകൊണ്ടായിരുന്നു ആഘോഷം. സർവീസ് ചട്ടങ്ങൾ ലംഘിക്കുന്ന തരത്തിലായിരുന്നു പോലീസുകാരുടെ ഈ ഒരു നടപടി. നൌഫലാണ് വിവരങ്ങൾ നൽകിയത്.